ഇതിപ്പോൾ റിലൈഫിൻ്റെ പുതിയതായിട്ട് വന്ന മദർ ബോർഡ് റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിൽ കേട്ടോ. ഏകദേശം എക്സ് മുതൽ 13 അല്ല 14 Pro Max വരെ ഉണ്ട്. ഈ മോഡൽ തന്നെ രണ്ട് ഇതിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ഇറങ്ങിയ മോഡലിൽ ഇതേ സെയിം പാക്കിംഗ് ഒക്കെ ആയിട്ട് 13 Pro Max വരെ ഇറങ്ങിയിരുന്നു. ഏകദേശം ആ ഒരു പ്രൈസിൽ തന്നെയാണ് ഇപ്പോഴും ഈ 14 Pro Max വരെ വരുന്ന സാധനം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ബോക്സിൻ്റെ മുകളിൽ 13 Pro Max വരെ എന്നേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, റൗണ്ടായിട്ട് വരുന്നൊരു ഗോൾഡൻ കളർ 14 Pro Max എന്നുള്ളതിന് ആഡ് ആണെന്നുള്ളത് ഈ ബോക്സിൽ. അപ്പോൾ ഈ മോഡൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്താൽ മതി. പിന്നെ ഇവർ കാന്തത്തിൻ്റെ പവറൊക്കെ ഒന്നും കൂടി ആദ്യമുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡിൻ്റെ ആ ഒരു ടൈപ്പ് സ്റ്റാൻഡ് ആയിട്ടുണ്ട്. അടിയിൽ വെക്കുന്ന ആ മാഗ്നറ്റ് വരുന്ന സ്റ്റാൻഡ് റീബോൾ ചെയ്യുന്ന സമയത്ത് അതങ്ങനെ അതിനെ കൊണ്ട് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് കൂടും. അതിൻ്റെ വീഡിയോസ് ഞാൻ ലിങ്കിൽ താഴെ ഇടുന്നുണ്ട്. ആ മോഡൽ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു സ്റ്റെൻസിൽ. അവർ അത്യാവശ്യം കുഴപ്പമില്ല, ആ മോഡൽ കൂടുതലായിട്ട് പോകുന്നു. പക്ഷേ അതിൽ 13 Pro Max വരെ ആ മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 14 Pro Max വരെ വരുന്നുണ്ട്, ഏകദേശം എക്സ് മുതൽ. അപ്പോൾ സ്റ്റെൻസിലും അതേമാതിരി തന്നെ. ഇപ്പോൾ സ്റ്റെൻസിലിൻ്റെ കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ 14 ഒരു മോൾഡും അതിൻ്റെ കൂടെ രണ്ട് സ്റ്റെൻസിൽ വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 Pro 14 Pro Max 14 14Plus രണ്ട് സ്റ്റെൻസിലായിട്ടാണ് അതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ബാക്കി വീഡിയോ തന്നെ കണ്ടിന്യൂ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ പറയാം. ഈ 14 in 1 എന്ന് ഉദ്ദേശിച്ചത് ആ സ്റ്റെൻസിലിൻ്റെ സെറ്റിൻ്റെ എണ്ണത്തിനാണോ അറിയില്ല. ഇതിൻ്റെ ആ മോൾട്ടാണ് വരുന്നത്. ഇതിപ്പോൾ 11 Pro 11 Pro Max ഫസ്റ്റ് വന്ന് 14 അല്ല എടുത്തത്, മനസ്സിലാവുന്നില്ല. ഇത് 13 ആണ്. 13 വരുന്ന 13 13 Pro 13 Pro Max 13 mini മൂന്നെണ്ണം. ഏകദേശം ഇതേമാതിരത്തെ മോൾഡ് ഇതിൻ്റെ കൂടെ 4 വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിലുള്ളതിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഇതിൻ്റെ ഈ സ്റ്റെൻസിൽ സെറ്റിലാണെന്ന് തോന്നുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ ഇപ്പോൾ ഒരുവിധം എക്സ് മുതൽ 12 Pro Max വരെ അല്ലെങ്കിൽ 13 Pro Max വരെ ആ ഒരു ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് എടുത്തിട്ട് പിന്നെ 14 എടുക്കുന്നതിനെക്കാട്ടിയല്ല എടുക്കുമ്പോൾ തന്നെ നല്ല മൊത്തമുള്ള എടുക്കുന്നതായിരിക്കും. പിന്നെ സിംഗിളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെൻസിൽ ഏറ്റവും കൂടുതൽ പോലെ QLൻ്റെ സാധനം കേട്ടോ. ഈ മദർ ബോർഡ് റീബോൾ ചെയ്യാൻ പോകുന്ന സ്റ്റെൻസിൽ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന സാധനം. അതിൽ തന്നെ മൊത്തം സെറ്റായിട്ട് വരുന്നതുണ്ട്. പിന്നെ ഈ മോൾഡിൻ്റെ മുകളിൽ ഈ ഇപ്പോൾ മാഗ്നറ്റിൻ്റെ മുകളിൽ സ്റ്റെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ വേറെ മോൾഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ സ്റ്റെൻസിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ എടുക്കൽ. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വർക്ക് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോക്ക് അങ്ങനത്തെ മോഡലുകൾ. ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വർക്ക് വരുന്ന ഷോപ്പിലാണെങ്കിൽ പിന്നെ അത് ഏകദേശം ഒരു മോൾഡിന് തന്നെ നല്ല വില വരുന്നുണ്ട്. അത് പിന്നെ എക്സ് മുതൽ XS Max വരെ, അത് 11 മുതൽ 11 Pro Max വരെ അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ വരുന്നുണ്ട് കേട്ടോ 14 മുതൽ 14 Pro Max വരെ. ആ ഒരു 3 ഇതേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വീഡിയോ ഒരു കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്, താഴെയുണ്ട്. പിന്നെ ഇത് സ്റ്റെൻസിലിലെ ആ പാക്കറ്റാണ് മൊത്തം സെറ്റ് വരുന്നത് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതോ ഇതിൻ്റെ മുന്നേ ഒരു മെക്കാനിക്കിൻ്റെ ചെയ്തിരുന്നു. അത് ചില 11 ഒന്ന് റീബോൾ ചെയ്യുന്ന സമയത്ത് റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇല്ല, ഒന്ന് രണ്ടാൾ ഒറ്റൊരാളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മെക്കാനിക്കൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ സ്റ്റെൻസിൽ ഇറക്കുന്നതിൽ ഇത്ര വലിയ സക്സസ് ആണ് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വന്ന് പോകാമല്ലോ.
ചില ബ്രാൻഡിൽ ഒരു സ്റ്റെൻസിലിൻ്റെ ഉള്ളിൽ തന്നെ കുറേ എണ്ണം കൊള്ളിക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതിനെ കൊണ്ട് സുഖം. ഇതിപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു ഏകദേശം 2 മാസത്തിൻ്റെ 2 മാസത്തിൻ്റെ അടുത്തായി. പക്ഷെ അത് വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഓരോ പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സക്സസ് ആണോ എന്ന്. വന്ന സമയത്ത് തന്നെ 2 പ്രാവശ്യം ഓരോ പീസ് എടുത്ത സമയത്ത് അപ്പോൾ അന്ന് തന്നെ സെയിലായിപ്പോയി. പിന്നെ അതിനെ കൊണ്ട് പിന്നെ 5 പീസ് ഒന്നായിട്ട് എടുത്ത് ഒരു 5 എണ്ണം ഉണ്ട്. സ്റ്റെൻസിൽ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ആമിയോണിൻ്റെ ബ്രാൻഡ് തന്നെ. അവരെ ബ്രാൻഡ് ആവുന്ന സമയത്ത് ആ സ്റ്റെൻസിലിൻ്റെ മുകളിൽ IC നമ്പർ ഉണ്ടാവും. നല്ല സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള ഒരുവിധം ബ്രാൻഡ് സ്റ്റെൻസിലിൻ്റെ മുകളിലൊന്നും IC നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും അതേമാതിരി തന്നെ സൈറ്റിൽ ആ സ്റ്റെൻസിൽ IC നമ്പറും കൊടുത്തതിനെ കൊണ്ട് സൈറ്റിൽ IC നമ്പർ സെർച്ച് ചെയ്താൽ മതി സ്റ്റെൻസിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ സുഖമാണ്. മറ്റേത് 1 മണിക്കൂറൊക്കെ സമയം എടുക്കും ചിലപ്പോൾ സ്റ്റെൻസിലിൻ്റെ IC ഒക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വരുമ്പോഴേക്ക്. അപ്പോൾ അതിനെക്കൊണ്ട് കൂടുതൽ ആമിയോൺ തന്നെ എടുത്ത് ചെയ്യൽ, സ്റ്റെൻസിൽ ചെയ്യൽ. പിന്നെ വേറെ കുറേ മെക്കാനിക്ക് വരുന്നുണ്ട്. മറ്റേ റിലൈഫിൻ്റെ സ്റ്റെൻസിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ മെഗാ ഐഡിയൻ്റെ ഉണ്ട്, QLൻ്റെ ഉണ്ട്. അതൊന്നും അങ്ങനെ എടുക്കലില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സലായിട്ട് വരുന്ന മെക്കാനിക്കൽ എടുക്കലുണ്ട്. അതിനൊരു 200 രൂപ റേഞ്ചിൽ പഠിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെ അതിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാലും പഠിക്കുന്നവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് 200, 150 ആ റേഞ്ചിലാണ് മെക്കാനിക്കിൻ്റെ യൂണിവേഴ്സൽ സ്റ്റെൻസിൽ കൊടുക്കൽ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മാഗ്നറ്റ് പവറായി ആദ്യമുള്ളതിനെക്കാട്ടും. പക്ഷേ ഈ മാഗ്നറ്റ് വരുന്ന മോൾട്ടിൽ നമുക്ക് വേറെ IC വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? സാധാരണ ഇപ്പോൾ IC ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റെൻസിൽ അതിൻ്റെ മുകളിൽ എല്ലാം നിന്നോളല്ലോ. പക്ഷെ ചിലപ്പോൾ അത് വൃത്തിയിടാൻ മതിയാവും. അത് ഓരോരുത്തരുടെ ഐഡിയ വരെ ചെയ്യാം. മാഗ്നറ്റ് ഈ സ്റ്റാൻഡിൻ്റെ 2 സൈഡും ഒട്ടല്ലോ. ബാക്ക് സൈഡ് ആണെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റെൻസിലൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം. മറ്റേ ടൂസറിനെ കൊണ്ട് സ്റ്റെൻസിൽ IC റീബോൾ ചെയ്യുമ്പോൾ അമർത്തി പിടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ മോൾട്ട് വെച്ചിട്ട്. അതും പറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് അടിഭാഗത്ത് ആ ഒരു 4 കാലുമായി സാധനം വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ അയക്കേണ്ടി വരും. പിന്നെ സ്റ്റെൻസിലിൻ്റെ എണ്ണം പറയണം, കുറേ എടുത്ത് കണ്ടേണ്ടി വരുള്ളൂ. ഇത് ആ 30 മിനിൻ്റെ സെറ്റിലുള്ള 30 മിനിയിൽ ഇപ്പോൾ വരുന്നത് 13 സീരീസിൽ 4 സെറ്റ് വരുന്നുണ്ട്. 13 Pro Max സിംഗിളാണ് വരുന്നത്, 13 Pro സിംഗിളാണ് വരുന്നത്, 13 മിനി സിംഗിളാണ്, 13 സിംഗിളാണ്. അപ്പോൾ അതിനെക്കൊണ്ട് 4 സ്റ്റെൻസിൽ വരുന്നുണ്ട് 13 സീരീസിൽ. പിന്നെ ഇതിപ്പം അതേമാതിരി തന്നെ 11, 11 പിന്നെ ആ X മുതലാണ് വരുന്നത്. XS Max ഒരു സ്റ്റെൻസിലാണ്. 11 സെപ്പറേറ്റ് ഒന്നാണ്. പിന്നെ X സെപ്പറേറ്റ് ആണ്. പിന്നെ 11 Pro Max ഒരു സ്റ്റെൻസിലാണ് വരുന്നത്. ആ സെറ്റിൽ
ആ സെറ്റിൽ 4 സ്റ്റെൻസിൽ വരുന്നുണ്ട് 11 സീരീസിൻ്റെ. ആ മോഡലിൽ എക്സ്, എക്സസ്, എക്സസ് മാക്സ്, 11, 11 പ്രോ, 11 പ്രോ മാക്സ് ആ മോഡലുകൾ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 12 സീരീസിൽ വരുന്നത്, 12 സീരീസിൻ്റെ മോൾഡിൻ്റെ കൂടെ 3 സ്റ്റെൻസിലാണ് വരുന്നത്. 12 പ്രോ മാക്സും 12ഉം 12 പ്രോ സെയിമാണ്. പിന്നെ 12 മിനിയും. 12ഉം 12 പ്രോ ഒക്കെ ഇപ്പോൾ ഒന്നും പറയണ്ട, നല്ല കംപ്ലൈൻറ്റാണ്. ഇയർ സ്പീക്കറായിട്ടും ബോർഡായിട്ടും. പിന്നെ വരുന്ന ഇതാ 12 പ്രോ മാക്സിൻ്റെ. ഈ സ്റ്റെൻസിൽ എത്താൻ വേറെ ബ്രാൻഡിൻ്റെ കോപ്പിയാണ്. ഈ ഡിസൈനിങ് അടിയിലായിരുന്നു മാഗ്നറ്റ്. എക്സിൻ്റെ ആ സെറ്റ് മോൾഡിൻ്റെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ആ സെറ്റിലാണ്. ഇതാണ് പറയാനുള്ളത്. ഇതാ പേര് ലേറ്റസ്റ്റ് വന്ന് 14ഉം 14 പ്ലസ് ഒരു സ്റ്റെൻസിലാണ് വരുന്നത്, സെയിമാണ്. പിന്നെ 14 പ്രോ 14 പ്രോ മാക്സ് ഒറ്റ സ്റ്റെൻസിലാണ് വരുന്നത്. ആ 14 സീരീസിൻ്റെ കൂടെ 2 സ്റ്റെൻസിലേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ആ സ്റ്റെൻസിൽ അങ്ങനെ ആവുന്നതിനെ കൊണ്ട് ബോർഡും സെയിം ആയിരിക്കും. ഇതൊക്കെ പിന്നെ അവരുടെ സൈറ്റിലുള്ള ഫോട്ടോസാണ്, പക്ഷെ അതിലൊന്നും ആ 14 സീരീസ് വന്നിട്ടില്ല. വരുന്ന മുന്നേ അവർ ഇട്ടിരുന്നതാണ്. ഇതാണ് 14 സീരീസ് ആയിട്ട് വരുന്ന പുതിയ മോൾഡ്. 14ഉം 14 പ്ലസും പിന്നെ 14 പ്രോ 14 പ്രോ മാക്സും. ഇത് രണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്ന മോഡലുകൾ.